നിക്ക. നീ ഏതുവരെ പഠിച്ചു? SSLC ജയിച്ചു. അപ്പോഴാ അമ്മച്ചിയുടെ അസുഖവും മരണവും. ഫൈസി എന്താ നിന്നെ ഇവിടെ ജോലിക്ക് വിളിക്കാൻ കാരണം? എനിക്ക് ഫൈസി സാറിനെ വലിയ പരിചയമില്ല. സാർ അവിടുന്ന് പോയിട്ടും അപ്പച്ചൻ സഹായമൊക്കെ ചോദിച്ചു വിളിക്കും. സാറ് മനസാക്ഷിയുള്ള ആളാ. ആനിയുടെ അഡ്മിഷന് പൈസ ഇല്ലാതെ വന്നപ്പോ സാറിനോട് 5000 രൂപ അപ്പച്ചൻ വിളിച്ച് കടം ചോദിച്ചു. അപ്പോഴാ എനിക്കൊരു ജോലിക്കാര്യം പറഞ്ഞത്. നല്ലൊരു വീട്ടില് ഒരു കൊച്ചിനെ നോക്കാൻ നിൽക്കാവോന്ന് അപ്പച്ചനോട് സാർ ചോദിച്ചു. ഗതികേട് കൊണ്ടാ അപ്പച്ചൻ ശമ്പളം കൂട്ടി ചോദിച്ചത്. ഫൈസി സാറ് വാങ്ങിത്തരാന്ന് പറഞ്ഞു. ഇടുക്കിയിൽ തന്നെ ആയതുകൊണ്ടാ അപ്പച്ചൻ എന്നെ വിട്ടത്. എന്നാന്ന് ചെല്ല്. അശോകനെ കണ്ടില്ലല്ലോ. ഇപ്പൊ വരുമായിരിക്കും. എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുക, എന്റെ പിള്ളേരുടെ അച്ഛന്റെ കാല് തിരിച്ചു തരണേന്ന്. അച്ഛന്റെ കാലിന് ഒരു കുഴപ്പവും വരില്ല അമ്മേ. നീയൊന്ന് സമാധാനപ്പെടിച്ച നമ്മളെ. ഇനിയിപ്പോ 1.5 കാലമായിട്ട് ജീവിക്കേണ്ടി വന്നാ അത് വിധിയാണെന്ന് ഞാൻ കരുതും. ലോട്ടറി ടിക്കറ്റ് വിറ്റിട്ടാണെങ്കിലും ഞാൻ എന്റെ മക്കളെ നോക്കും. അച്ഛൻ അങ്ങനൊന്നും പറയല്ലേ. എന്തും നേരിടാനുള്ള മനസ്സുണ്ടാക്കി വെക്കണം മോളെ. ജീപ്പ് വന്നല്ലോ. ആശുപത്രിയിൽ നിന്ന് പേപ്പറൊക്കെ എടുത്ത് വെച്ചല്ലോ ശ്യാമളെ. എടുത്തിട്ടുണ്ട്. ഇനി എത്ര രൂപയാവുമെന്ന് മാത്രം അറിയില്ല. ആശാനെ, ജീപ്പ് റെഡിയാ, ഇറങ്ങാം. അശോകൻ ജംഗ്ഷനിൽ നിൽപ്പുണ്ട്. ഇന്നെന്റെ വിധി അറിയുന്ന ദിവസമല്ലേ ആശാനെ. രാജപ്പന് 2 കാലം നിൽക്കാൻ പറ്റുമോന്ന് ഇന്നറിയാം. ഒന്നും സംഭവിക്കില്ല രായപ്പ, താനൊന്ന് സമാധാനപ്പെട്. എനിക്ക് പതുക്കെ പതുക്കെ പതുക്കെ. ഇവിടുത്തെ മഞ്ഞും തണുപ്പൊക്കെ സഹിച്ച് ഇങ്ങനെ സ്ഥിരമായി ഇവിടെ ജീവിക്കുന്നത് ബുദ്ധിമുട്ടല്ലേ മോളെ? ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നമുക്ക് എറണാകുളത്തൊരു ഫ്ലാറ്റ് എടുക്കാം. നീയും മോനും അവിടെ താമസിക്കേ. ഇവിടത്തേക്കാൾ സേഫ്റ്റി അവിടെയാ. ഞാൻ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചതിന്റെ കാരണം അമ്മയ്ക്കറിയാലോ. നാട്ടിലുള്ളവരും പരിചയക്കാരും ഒക്കെ വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ സുധിക്കൊപ്പം സിംഗപ്പൂര് പോയെന്നാ. അതുകൊണ്ടാ ഫ്ലാറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അവിടെ നിന്നെ തിരിച്ചറിയാൻ ആരാ ഉള്ളത്? ആരും ഉണ്ടാവില്ലെന്നാണോ അമ്മ പറയുന്നത്? ശബരിയോ ഗീതയോ അറിയില്ല. ശബരി ഇപ്പൊ നാട്ടിലില്ലെന്നറിയാലോ. പിന്നെ ഏട്ടന്റെ കാര്യം, എല്ലാ വിവരങ്ങളും ഏട്ടനറിയാം. ഏട്ടനെ ഒളിച്ച് ഒരു രഹസ്യവും എനിക്കോ വിശ്വേട്ടനോ ഇല്ലെന്ന് മോക്കറിയാലോ. നിങ്ങളുടെ വിവാഹം പോലും നടത്തിയത് ഏട്ടനാ. സുധി നിന്നെ ചതിക്കുകയാണെന്നറിഞ്ഞത് മുതൽ ഏട്ടൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന എത്ര വലുതാണെന്നറിയോ? നീ താമസം എറണാകുളത്തേക്ക് മാറിയ സുധി ചിലപ്പോൾ തിരിച്ചു വന്നെന്ന് വരും. അവനെ തിരിച്ചു കൊണ്ടുവരാൻ നീ ശ്രമിക്കണം മോളെ. നിങ്ങൾക്കൊരു കുഞ്ഞു വേണം. കുറ്റബോധം കൊണ്ട് നിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവൻ മാറി നിൽക്കുന്നത്. ഇപ്പൊ ഞാനത് മനസ്സിലാക്കുന്നുണ്ടമ്മേ. മോളോട് മനസ്സ് തുറന്ന് സംസാരിക്കണമെന്ന് കരുതി തന്നെയാ
2 ദിവസം ഇവിടെ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചത്. സുധിയുടെ മനസ്സിൽ ഞങ്ങളോട് പകയുണ്ടായിരുന്നു. അതിനുവേണ്ടി നിന്നെ അവൻ പറഞ്ഞു പറ്റിച്ചു. എന്നിട്ടും മോൾ അവനെ തള്ളിക്കളഞ്ഞില്ല. അവനെ ഞങ്ങളെക്കാൾ മനസ്സിലാക്കിയവളാണ് നീ. സത്യത്തിൽ വിശ്വേട്ടൻ അവന്റെ മുന്നിൽ തോറ്റുകൊടുത്തതാ. അത് മോളെ ഓർത്തു മാത്ര. ഞങ്ങള് കാരണം നിനക്ക് അനുഭവിക്കേണ്ടി വന്ന വിധി ഓർത്ത്. അവൻ സിംഗപ്പൂരിലേക്ക് പോയതിന്റെ തലേ ദിവസം അച്ഛനും മോനും ഫോണിൽ സംസാരിച്ചു. ഒന്നിച്ചുള്ള ജീവിതത്തിനിടയില് വിശ്വേട്ടൻ കരഞ്ഞു കാണുന്നത് അന്നാ. ഒരച്ഛന്റെ കടമയ്ക്കപ്പുറമൊന്നും വിശ്വേട്ടൻ ചെയ്തിട്ടില്ല മോളെ. അതിന് അവനിങ്ങനെ ഞങ്ങളെ ശിക്ഷിക്കുമെന്ന് കരുതിയില്ല. മോള് വിചാരിച്ചാൽ മാത്രമേ അവനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ. ഞാൻ ഇനിയും നിന്നോടിത് തന്നെ പറയും. ഒരമ്മയായി പോയില്ലേ ഞാൻ. ഇനിയും നിന്റെ മുന്നിൽ നിന്നാൽ എനിക്ക് വേദന അടക്കാനാവില്ല. നീ അവിടെ അലഞ്ഞു നടക്കാതെ തിരിച്ചു പോ. ഞാൻ അന്ന് നിന്നെ കുത്തി നോക്കാൻ പറഞ്ഞത് കേട്ട് ഇറങ്ങി പുറപ്പെട്ട നിന്നെ മണ്ടനെന്നല്ലാതെ മറ്റെന്ത് പറയാനാടാ? ഞാൻ പോവില്ല സുധി. എടാ, ഞങ്ങളിവിടെ സുഖമായിട്ട് ജീവിക്കുക. പിന്നെ നിരഞ്ജനെ പ്രസവിച്ചു ഒരാൺകുഞ്ഞ്. കൺഗ്രാജുലേഷൻ സുധി, നിനക്ക് നല്ലത് വരട്ടെ. ഞാനെല്ലാം നിരഞ്ജനോട് പറഞ്ഞു. നിന്നോട് സഹതാപമാ അവൾ പ്രകടിപ്പിച്ചത്. നീ അത് പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ വീട് വിട്ടിറങ്ങിയത്. പിന്നെ രാജപ്പന്റെ മോളെ വിവാഹം കഴിക്കാൻ ഒരു ശ്രമം നടത്തി. അത് നടക്കാതെ പോയി. അവൾ ഏറെക്കുറെ സമ്മതം പറഞ്ഞതാ. അതറിഞ്ഞ് അവിടെ ആളെത്തിയില്ലേ. പകയടാ എനിക്കവരോട്. അച്ഛന്റെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് ഭ്രാന്തെടുക്കും. എടാ, എന്നാ നീ ട്രെയിനിങ് സ്ഥലത്തേക്ക് തിരിച്ചു പോ. ഇനി അങ്ങോട്ട് ചെന്നിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ നിന്നെ ഞാൻ വിളിച്ചത് ഈ നമ്പർ ഞാൻ കളയാൻ പോകുന്നെന്ന് പറയാനാ. ശബരി, എന്നാ ശരിയടാ. ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഞാനുണ്ടാവും. ഹലോ ശബരി. എടാ ഹലോ. അവനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയല്ലോ. ആലീസെ, എന്താ മാഡം? ഏത് നേരവും നിരഞ്ജനയും ജയന്തിയും കൂടി സംസാരം തന്നെയാ. എന്താണാവോ ഇത്രയും പറയാൻ? ജയന്തി മാഡം കുഞ്ഞിനെ താഴെ വെക്കാതെ കൊണ്ടു നടക്കുക. ഓ, മുമ്പ് വന്നപ്പോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അന്ന് പോകാൻ നേരം കുഞ്ഞിനെ ഒന്നും നോക്കാൻ പോലും തയ്യാറായില്ല. അത് തിരക്കുണ്ടാവും. എന്ത് തിരക്ക്? അതൊന്നുമല്ല. ഞാൻ അറിയാതെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ ചീഞ്ഞു നാറുന്നുണ്ട്. അതെന്താണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അത് അവരുടെ കാര്യങ്ങളല്ലേ മാഡം? ഞാൻ പിന്നെ ആരാടി? അവരുടെ കൂട്ടത്തിയുള്ളതല്ലേ? എന്നെ മറച്ചു വെച്ച് എന്ത് രഹസ്യം ഉള്ളത്? ഒരാവശ്യം വന്നപ്പോ അവക്ക് ഞാൻ വേണം. എന്നാ എന്നോടൊന്നും പറയാനും തയ്യാറല്ല. ആ കുഞ്ഞുമായിട്ട് അവൾ ഇങ്ങോട്ട് വന്നതിൽ എന്തോ കാര്യമുണ്ട്. നിന്നോടും എന്നോടും പറഞ്ഞതൊക്കെ പച്ചക്കള്ളവാ. ഒരുതരം ഒളിവ് ജീവിതം അല്ലേടി അവക്ക്. ഒരു അഡ്വക്കേറ്റ് എന്തിനാ ഇവിടെ വന്ന് ഒളിച്ചു കഴിയുന്നത്? വിശ്വനാഥൻ സാറും ജയന്തിയും അല്ലാതെ ഒരു കുഞ്ഞു ഇങ്ങോട്ട് വന്നിട്ടുമില്ല. അതിന്റെ പിന്നിലെ രഹസ്യം അറിയാൻ നിനക്കും ആഗ്രഹമില്ലേടി ആലീസേ? ഞാനതൊക്കെ അറിഞ്ഞിട്ട് എന്ത് കാര്യം മാഡം? നിനക്ക് കാര്യമൊന്നുമില്ല, പക്ഷെ എനിക്കുണ്ട്. നീ എന്റെ ആളായിട്ട് നിൽക്കുമ്പോ അതൊക്കെ എന്നെ അറിയിച്ചേരേണ്ട ബാധ്യത നിനക്കുണ്ട്. എനിക്ക് അവരുടെ ഇടയിൽ ചെന്ന് നിൽക്കാൻ പറ്റുമോ? നീ ഇപ്പൊ അങ്ങോട്ടൊന്ന് ചെല്ല്. മാഡം, നീ കിച്ചണിൽ ചെന്ന് വല്ല ജ്യൂസോ ചായോ എന്തെങ്കിലും എടുത്ത് ചെല്ലടി. ഓ, വാതിലിന് പുറത്ത് നിന്ന് ഒളിഞ്ഞു കേട്ടാ മതി. നിന്നെ കണ്ടാലും നിരഞ്ജന അത്ര കാര്യമാക്കില്ല. ചെല്ല്, ചെല്ലുടി. നിന്നെ ഞാൻ കയ്യിലെടുത്തത് ഇതിനൊക്കെ അല്ലേടി? അച്ഛൻ അങ്ങനെ ഒരു മാറ്റം വന്നെന്ന് നിരഞ്ജന പറഞ്ഞാ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല.
ഞാൻ സുധിയോട് എന്തിനു കള്ളം പറയണം? അച്ഛൻ മോനെ എടുത്തില്ലെന്നേ ഉള്ളൂ. എങ്കിൽ അച്ഛൻ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഒന്നും കാണാതെ പുതിയ നമ്പറുമായിട്ട് അച്ഛൻ വരില്ല. ഇനി മുഖം തിരിച്ചു നിന്നിട്ട് കാര്യമില്ലെന്ന് അച്ഛന് സ്വയം തോന്നിയതായിക്കൂടെ? എന്നേക്കാൾ കൂടുതൽ എന്റെ അച്ഛനെ നിരഞ്ജനയ്ക്ക് അറിയില്ലല്ലോ. ഒന്നുകിൽ ഞാൻ നിരഞ്ജനെ കബളിപ്പിക്കുകയാണെന്ന് അച്ഛന് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിരഞ്ജനെ കയ്യിലെടുത്തിട്ട് എന്നെ തിരിച്ചു വിളിക്കാനുള്ള തന്ത്രം. അതുമല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ ലക്ഷ്യം വെച്ച് അച്ഛൻ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. കുഞ്ഞിനെ എന്ത് ചെയ്യുമെന്നാ സുധി പറയുന്നത്? നമ്മുടെ കുഞ്ഞ് അച്ഛൻ എന്നും ഒരു അധികപ്പറ്റ് തന്നെയാ. നിരഞ്ജന എല്ലാം കണ്ടും കേട്ടും ഒരു താളത്തിനങ്ങ് പോയാൽ മതി. സുധിയുടെ അവിടുത്തെ മടുപ്പൊക്കെ മാറിയോ? പഴക്കമേറിയാൽ ഇരുട്ടും വെളിച്ചമെന്നല്ലേ പറയാറ്. വരുന്നതും കുറച്ചു മാസം അവിടെ നിൽക്കുന്നതും സുധിയുടെ മാത്രം ഇഷ്ടമാണ്. പിന്നെ സുധിയെ നേരിട്ട് കാണാൻ എനിക്ക് ആഗ്രഹം തോന്നി തുടങ്ങി. ഒരു മുറിയിൽ ഒരുമിച്ച് കഴിഞ്ഞതല്ലേ, ചിലപ്പോഴൊക്കെ സുധിയുടെ ഗന്ധം അടുത്തുനിന്ന് വരുന്നത് പോലെ തോന്നും. സുധിയുള്ളപ്പോഴും ചരിഞ്ഞു കിടന്നുറങ്ങി ശീലിച്ചതല്ലേ, അതുകൊണ്ട് സഹിക്കുള്ള മനസ്സുമുണ്ട്. പറഞ്ഞ് കാട് കയറുന്നില്ല. സുധി ഭക്ഷണം കഴിച്ചോ? ആ ഇല്ല, കഴിക്കണം. എന്നാ നാളെ സംസാരിക്കാം. ശരി ശരി നിരഞ്ജന. നമ്മൾ നേരിൽ കാണാൻ കുറച്ച് താമസം ഉണ്ടായി. ഞാൻ റോസ്മലയിൽ പോയിരുന്നു സാർ. കുഞ്ഞിൻ്റെ കാര്യത്തിൽ ആദ്യം കാണിച്ച ആവേശമൊന്നും അർച്ചനയ്ക്കും വീട്ടുകാർക്ക് ഇപ്പോഴില്ല. കുഞ്ഞിനെ കൈ കിട്ടിയെന്ന് പറഞ്ഞിട്ടും അവർ താല്പര്യപ്പെട്ടില്ലെന്നാണോ? അർച്ചന ആ വീട്ടിലില്ല. അവൾ ചെന്നൈയിലേതോ പ്രൈവറ്റ് കമ്പനിയിൽ അക്കൗണ്ടന്റായിട്ട് ജോലി ചെയ്യുന്നെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അവളുടെ ചെറിയച്ഛനെന്തോ ആക്സിഡന്റ് പറ്റി കിടപ്പില്ല. കുഞ്ഞിനെ കിട്ടിയെന്ന് കേട്ടപ്പോൾ വീട്ടുകാർ വലിയ സന്തോഷവും കാണിച്ചു. എന്നാൽ അർച്ചനയുടെ കൃത്യമായ അഡ്രസ്സോ ഫോൺ നമ്പറോ തരാൻ അവർ തയ്യാറായില്ല. അർച്ചന വിളിക്കുമ്പോൾ വിവരം പറയാമെന്ന് അവർ മാറി മാറി പറയുന്നത്. പോലീസിന് നമ്പർ കൈമാറാൻ എന്തിനവർ പേടിക്കണം? വാദിയുടെ നമ്പർ വേണമെന്ന് ഞാൻ പറഞ്ഞതാ. അർച്ചനയ്ക്കെന്തോ ആ വീട്ടുകാരെ അത്രയ്ക്ക് വിശ്വാസമില്ലെന്ന് തോന്നുന്നു. അവൾ ചെന്നൈയിലാണെന്നല്ലാതെ ഒരു വിവരവും അവർക്കറിയില്ലെന്ന് വേണം കരുതാൻ. അപ്പോ വീട്ടുകാരുമായി അവൾക്ക് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലെന്നാണോ സുരേന്ദ്രൻ പറയുന്നത്? പുറത്ത് ടെലിഫോൺ ബൂത്തുകളിൽ നിന്നാണത്രേ അവൾ വീട്ടിലേക്ക് വിളിക്കുന്നത്. അവൾ വിളിക്കുമ്പോൾ വിവരം പറയാമെന്ന് രാജപ്പൻ പറഞ്ഞു. സുരേന്ദ്രൻ പോയിട്ട് 2 ദിവസം ആയില്ലേ? അതെ സാർ. ഇതിനിടയിൽ അർച്ചന സ്റ്റേഷനിലേക്ക് വിളിച്ചോ? ഇതുവരെയും വിളിച്ചിട്ടില്ല സാർ. അവൾ വീടുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്ന് വേണം കരുതാൻ. ഇപ്പൊ എന്താണ് സാർ ഈ പരാതിക്കാരിയെ നേരിൽ കാണണമെന്ന് പറയാൻ? അവളുടെ ഭീഷണി തന്നെ. കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ എന്തൊക്കെയോ സമരപരിപാടികൾ നടത്തുമെന്ന് അവളന്ന് പറഞ്ഞിരുന്നില്ലേ? അതെ സാർ. അവളെ ഇപ്പൊ വിളിച്ചിട്ട് രംഗത്ത് വരുന്നുമില്ല. ഒരു ചർച്ചയ്ക്ക് വേണ്ടിയാ ഞാൻ ഇങ്ങനൊരു അടവ് പയറ്റിയത്. നാളെ ആളെയും കൂട്ടി അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയാ നമ്മൾ സമാധാനം പറയേണ്ടേ സുരേന്ദ്ര? സാറ് പറയുന്നത് ശരിയാ. എങ്ങനെയായാലും നമുക്ക് അവളെ കണ്ടുപിടിച്ചേ പറ്റൂ. സ്റ്റേഷനിലേക്ക് വിളിച്ച അവളെ തന്ത്രപൂർവ്വം താൻ വിളിച്ചു വരാം. സുരേന്ദ്ര ഇപ്പൊ ചെല്ല്. ഓക്കെ സാർ. സുരേന്ദ്രൻ പോയിട്ട് ദിവസം 2 കഴിഞ്ഞിട്ടും അർച്ചന ഈ വിവരം അറിഞ്ഞിട്ടില്ലെന്ന് നടരാജന് തോന്നുന്നുണ്ടോ? അർച്ചന ആ നിമിഷം തന്നെ വിവരം അറിഞ്ഞു കാണും. സ്വന്തം കുഞ്ഞിനെ കിട്ടിയെന്നറിഞ്ഞിട്ടും പിന്നെ എന്തുകൊണ്ട് അവിടെ രംഗത്ത് വരുന്നില്ല? കേസ് അന്വേഷിച്ചു CA എന്ന് അവരോട് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. കുറച്ച് ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിലപ്പോ സുരേന്ദ്രൻ പറയുന്നതാണ് സത്യമെങ്കിലോ? രാജപ്പന്റെ സമയം നല്ലതാണെന്ന് വേണം കരുതാൻ. അല്ലായിരുന്നെങ്കിൽ അവൻ പറഞ്ഞേനെ അവളവിടെ ഉണ്ടെന്ന്. അവൾ എവിടെയുണ്ടെന്ന് രാജപ്പൻ അറിയില്ലെന്നാ എനിക്കിപ്പോ തോന്നുന്നു. അർച്ചന രാജപ്പൻ ഒരിക്കലും വിശ്വസിക്കില്ല. കാശ് കിട്ടിയ അയാൾ എന്തിനും കൂട്ടുനിൽക്കുന്ന അവൾക്ക് അനുഭൂതി എന്നറിയാം. സംശയിക്കണ്ട, അർച്ചന വീട്ടിലാരോടും കൃത്യമായ സ്ഥലം പറയാതെ പോയത്. അത് പക്ഷേ ചെന്നൈയിലേക്കാണോന്നും നമ്മൾ സംശയിക്കണം. അകൽച്ച ഭാവിച്ചെന്ന ബന്ധുക്കളൊക്കെ ഇപ്പൊ അടുത്തോണ്ടിരിക്കുക.
ഉണ്ണിത്തൻ സാറിന്റെ കാര്യമാണോ മേഡം ഉദ്ദേശിക്കുന്നത്? അല്ല, സുധിയുടെ അച്ഛനും അമ്മേ. അത് അപകടമാ മേഡം. അയാളെ SP യാ. നോക്കിയും കണ്ടുമല്ലേ ഞാൻ ഇടപെടുന്നത്. എന്റെ ചില ഊഹങ്ങളൊക്കെ സത്യമാണെന്ന് ബോധ്യപ്പെട്ട് വരിക. സുധി പോകാൻ തക്കതായൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം മേഡം. ജയന്തി ഇവിടെ ഉണ്ടെങ്കിൽ അതിന് കഴിയും. ആ സർവന്റ് ആലീസ് എന്റെ ചൂണ്ടയിലെ ഏറെയല്ലേ. നിരഞ്ജന അവൾക്ക് എല്ലായിടത്തും സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. എവിടെ അവൾക്ക് കടന്നു കയറാം. എനിക്ക് വേണ്ടി ആലീസ് അത് ചോർത്തിത്തരും. കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതിനി വൈകരുത്. ഞാൻ കാത്തിരിക്കുന്നതല്ലേ. ഈ സമയം കുഞ്ഞ് നഷ്ടപ്പെട്ട നിരഞ്ജന തിരിച്ചു പോയെന്ന് വരും. എന്റെ പ്ലാനുകളൊക്കെ ചീറ്റിപ്പോകും. അറിയാൻ സത്യങ്ങൾ ഇനിയുണ്ട്. എന്റെ ഏറ്റവും വലിയ സംശയം നിരഞ്ജനയാണോ ആ കുഞ്ഞിന്റെ അമ്മയെന്ന്. മാഡം എന്താ അങ്ങനെ സംശയിക്കാൻ കാരണം? കാരണങ്ങൾ പലതാ. ഒന്ന് പ്രസവിച്ചവളെ കണ്ട അറിയില്ലേ. ഞാനിവിടെ വരുമ്പോ പ്രസവം കഴിഞ്ഞ് 2 മാസമായെന്നാ അവള് പറഞ്ഞത്. ആ നിമിഷം തന്നെ എന്റെ മനസ്സിൽ സംശയം വീണു തുടങ്ങിയതാ. എനിക്ക് ആ സത്യം തിരിച്ചറിയണം. അതിനുശേഷം മതി കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തും. വില്യംസ് ഫോൺ വെച്ചോ. നമുക്ക് നാളെ കാണാം. ശരി മാഡം. ഓ ശരി, പനി കുറയുന്നില്ലല്ലോ. മോളെ, പനി കുറഞ്ഞോ അവന്? ഇല്ലമ്മേ. ഹോസ്പിറ്റലിൽ എങ്ങനെ കൊണ്ടുപോണോ? ആ, കുഴപ്പമില്ലെന്ന് തോന്നുന്നു അമ്മേ. എന്തടാ? ഓ ഓ അയ്യോ, നല്ല പനിയുണ്ട്. രാവിലെ മുതൽ ചെറിയ ചൂടുണ്ടായിരുന്നു. ഞാനിത് അത്ര കാര്യമാക്കിയില്ല. ഇന്ന് പാല് കുടിച്ചിട്ടുമില്ല. വെച്ചോണ്ടിരിക്കണ്ട, ഇപ്പൊ തന്നെ ഡോക്ടറെ ചെന്ന് കാണിക്കണം. മരുന്ന് കൊടുത്താ പോരെ? പനി കുറഞ്ഞില്ലെങ്കിൽ നാളെ രാവിലെ മാറ്റി ഡോക്ടറെ കാണിക്കാം. അത് പറ്റില്ല മാഡം. പനി വെച്ചോണ്ടിരിക്കാൻ പാടില്ല. അവന്റെ ചുണ്ടൊക്കെ വരണ്ടിട്ടുണ്ട്. ഒരു നേരം മരുന്ന് കൊടുത്ത് നോക്കിയാ പോരെ? അല്ല മാഡം, അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം മാഡം. വേഗം കൊണ്ടുപോകണം. ആലീസ് എന്നെ കൂടെ പീഡിപ്പിക്കുമല്ലോ. ഇത് ചെറിയൊരു പനിയല്ലേ? കരയല്ലേ? ചെറിയൊരു പനി എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ലേ. ഇവന്റെ മുഖം കണ്ടാ എനിക്കറിയാം ഒട്ടും സുഖമില്ലാന്ന്. അത് പറയാൻ അവന് കഴിയാഞ്ഞിട്ട. എന്നാ നമുക്ക് ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാം. എന്നാ ഞാനും കൂടി വരാം. മോൻ പാല് കുടിക്കുമ്പോ അവന് ചെറിയൊരു ഇക്കിള് വരാറുണ്ട്. അതും കൂടി പറയണമെന്ന് ഞാൻ കരുതിയതാ. അതൊക്കെ കുഞ്ഞുങ്ങൾക്കുള്ളതാ ആലീസേ. അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. എന്നാലും നമ്മൾ പറയേണ്ടതല്ലേ. ആലീസിന് പിടിപ്പത് പണിയില്ലേ? ഞാനും അമ്മയും കൂടെ പോയിട്ട് വരാം. അമ്മയൊന്ന് റെഡിയാവും. എന്നേക്കാൾ മോന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് ആലീസിനാ. നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ടോ. എനിക്ക് കൂട്ടുവരാനല്ലേ പറ്റൂ. ഓ ഓ ഓ മക്കളെ, കരയല്ലേ? ഞാനെന്നാ വേഗം പോയി റെഡിയായി വരാം. ആലീസിന്റെ ടെൻഷൻ കണ്ടാ തോന്നും കുഞ്ഞ് അവളുടേതാണെന്ന്. എന്ത് കരുതലാ അവൾക്ക്. ആലീസ് എന്റെ അല്ല, മോന്റെ ഭാഗ്യോ അമ്മേ. ആ, ഞാൻ മോനെ പുറത്തേക്ക് കൊണ്ടു നടക്കാം. മോളെ, വേഗം ഡ്രസ്സ് ചെയ്തിറങ്ങാൻ നോക്ക്. ഓ മക്കളെ, കരയല്ലേ?